കോടികളുടെ വായ്പാ തട്ടിപ്പ് ഒഴിവാക്കാനായി സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ച് മധ്യപ്രദേശ് BJP നേതാവിന്റെ മകൻ മഹേഷ് സോണിയുടെ മകൻ വിശാൽ സോണിയാണ് തട്ടിപ്പിന് പിന്നിൽ. മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബാങ്കുകൾ വായ്പകൾ എഴുതിത്തള്ളും എന്ന കാരണം മുൻനിർത്തിയാണ് വ്യാജ മരണം സൃഷ്ടിക്കാൻ വിശാൽ സോണി ശ്രമിച്ചത്. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു ചെയ്ത്തായി പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ഈ BJP നേതാവിന്റെ മകന്റെ കയ്യിലിരിപ്പെന്ന് പറയണം അല്ലേ? വിശദാംശങ്ങൾ എന്തൊക്കെ? മോത്തി ഗുഡ് മോർണിംഗ്. മോത്തി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വല്ലാത്തൊരു ചെയ്ത്ത് തന്നെ ആയിപ്പോയി. കാരണം ഈ വ്യാജമായി തൻ്റെ മരണം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, പോലീസിൽ അച്ഛൻ പരാതി നൽകുന്നു. പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള പരിശോധനകളൊക്കെ നടത്തുന്നു. ഒടുവിൽ ആൻറ്റി ക്ലൈമാക്സിൽ ഈ മകനെ തന്നെ പോലീസ് കണ്ടെത്തുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ സെപ്റ്റംബർ 5-നാണ് മധ്യപ്രദേശ് പോലീസിന് ഒരു പരാതി ലഭിക്കുന്നത്. അതായത് ഈ മധ്യപ്രദേശിലെ കാളിസിന്ധ് നദിയിൽ ഒരു കാറ് മുങ്ങിയിട്ടുണ്ട് എന്ന പരാതി എന്ന ഒരു അറിവ് ലഭിക്കുന്നത്. തുടർന്ന് ഈ നടത്തിയ പരിശോധനയിൽ ഈ കാറ് കണ്ടെത്തുന്നു. ആ കാറിൻ്റെ ഉടമ മധ്യപ്രദേശിലെ BJP നേതാവ് മഹേഷ് സോണിയുടെ മകൻ വിശാൽ സോണിയാണെന്ന് ഈ തിരിച്ചറിയുകയും ചെയ്തു. പക്ഷേ ഈ കാറിനുള്ളിൽ നിന്ന് ആരെയും കണ്ടെത്തിയില്ല. തുടർന്ന് ഈ BJP നേതാവ് മഹേഷ് സോണി പോലീസിന് പരാതി നൽകുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് 3 സംഘങ്ങളെ ഈ കാളിസിന്ധ് നദിയിൽ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഏതാണ്ട് കാളിസിന്ധ് നദിയുടെ 20 കിലോമീറ്ററോളം നീളത്തിൽ ഈ പരിശോധന നടന്നിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇതിനിടയിൽ പോലീസിൻ്റെ അനാസ്ഥയെ സംബന്ധിച്ചുള്ള പരാതികളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് സമാന്തരമായ അന്വേഷണമൊക്കെ നടത്തുകയായിരുന്നു. അവർ ഈ വിശാൽ സോണിയുടെ ഫോൺ മഹാരാഷ്ട്രയിലെ സംഭാജി നഗർ ഈ ആക്റ്റീവാണെന്ന് കണ്ടെത്തുന്നു. തുടർന്ന് ഈ മധ്യപ്രദേശ് പോലീസ് ഈ സംഭാജി നഗറിലെത്തുന്നു. ഈ ഈ വിശാൽ സോണിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ വിശാൽ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ അറസ്റ്റിൻ്റെ സമയത്ത് തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്നൊക്കെ അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നു. പിന്നീട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ബാങ്കിൽ ഏതാണ്ട് 1.4 കോടി രൂപയുടെ വായ്പ തനിക്കുണ്ട്, അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് തിരിച്ചടവ് ഒഴിവാക്കാൻ വേണ്ടി കഴിയുമെന്ന് കരുതിയാണ് സ്വന്തം മരണം ഇങ്ങനെ സൃഷ്ടിച്ചതെന്നാണ് വിശാൽ സോണി ഇപ്പോൾ പോലീസിന് മറുപടി നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഇന്ത്യയിൽ ഈ സ്വന്തം മരണം ഇങ്ങനെ ഈ വ്യാജമായി സൃഷ്ടിക്കുന്നവരെ ശിക്ഷിക്കാൻ വകുപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് പോലീസിന് ഈ അച്ഛനോടൊപ്പം ഈ മകനെ പിന്നീട് പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മകൻ്റെ തട്ടിപ്പിന് ശേഷം നടന്ന തട്ടിപ്പുമൊക്കെ ഇപ്പോൾ ഈ മധ്യപ്രദേശ് പോലീസ് തന്നെ, മധ്യപ്രദേശ് സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് തന്നെ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം.